welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാടൻ ചെമ്മീൻ തീയലാണ്. ഇത് ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 3 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി 2-3 പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തീ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി വെച്ച് നന്നായിട്ട് ഡാർക്ക് കളറാവുന്നവരെ വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീയലിന് നല്ല കളർ കിട്ടാനുള്ള ടെക്നിക്സൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ നല്ല ഡാർക്ക് കളറിലെ തീയൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. മൂക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്യരുത്. നന്നായിട്ട് മൂത്ത് ഈ ഒരു ഷെയ്ഡ് വരുന്നവരെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം. അതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് പൊടികൾ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. വലിയ എരിവില്ല, അതുകൊണ്ട് ഞാനൊരു 2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല. അതിനുശേഷം തീ ഒന്നുകൂടെ കത്തിച്ചിട്ട് ചെറുതായിട്ടൊന്നുകൂടെ ചൂടാക്കിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തീ നന്നായി കുറച്ച് വെച്ചിട്ട് പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഓഫ് ചെയ്താലും മതി. അത് തീ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഓഫ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മൂത്ത് പോവും പെട്ടെന്നല്ലെങ്കിൽ പൊടി, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1-2 പച്ചമുളക് കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 15 മുതൽ 20 വരെ ചെറിയ ഉള്ളി നമുക്കിതുപോലെ 2 3 മുറിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തീയലിന് നല്ല ടേസ്റ്റ് വരുത്തുന്നത് ഈ ഒരു ഉള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ സവോള ചേർക്കാത്തതാണ് നല്ലത്. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ട കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പോരാത്ത ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കുടംപുളിയാണ്. കുടംപുളി ഞാൻ 2 പീസ് കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 പീസ് ചെറുതായിട്ട് മുറിച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തീയലിന് അരയ്ക്കുമ്പോൾ വെള്ളം തൊടാതെ അരയ്ക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് പോരാത്ത ഗ്രേവിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചേർക്കുന്ന സമയത്ത് ചെറു ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. നമ്മൾ പച്ചവെള്ളം ചേർക്കുന്നതിലും ടേസ്റ്റ് നമ്മൾ ചെറിയ ചൂടുവെള്ളം തന്നെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം എത്രത്തോളം വേണമെന്നനുസരിച്ച് കുറേശ്ശെ വെള്ളമായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോരാത്ത ഉപ്പും കൂടെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. ഒരു 1-2 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതിയാവും. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് കൂടെ മൂടി വെച്ചാൽ മതിയാവും. കാരണം ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അധികം നേരം മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്നുകൂടെ തിളപ്പിച്ച് എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ തീയലിൽ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പം ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരുടെ സ്റ്റൗവിനനുസരിച്ചിട്ട് അതിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ തിളപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കണം. എന്നിട്ട് വിളമ്പാൻ നേരത്ത് മാത്രം തുറക്കുക. അപ്പോൾ മൂടി വയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് അതെല്ലാം ഒന്ന് സെറ്റായി കിട്ടും വിളമ്പാറാകുമ്പോഴേക്കും.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.